വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കാര്യം മുല്ലപ്പൂ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഇപ്പം പെൺകുട്ടികളിപ്പം യൂസ് ചെയ്യുന്ന വളരെ റയറാണ് കേട്ടോ. സീരിയലിന് വേണ്ടി മാത്രമാണ് അതിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുമോ? മുല്ലപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടം മുല്ലപ്പൂ യൂസ് ചെയ്യാൻ. അപ്പൊ ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ കല്യാണത്തിന്റെ ഒരു സീനാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ചു. അല്ല, നല്ല നല്ല സാരി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം കോസ്റ്റ്യൂം ഫുള്ള് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുണ്ട്. ഈ സീരിയൽസിന് പൊതുവെ ലേഡീസിന് ഇമ്പോർട്ടൻറ്റ് ഈ കോസ്റ്റ്യൂം തന്നെയാണല്ലേ. അതായത് ബോഷ് സീരിയൽ മീൻസ് അത് വലിയ കൊട്ടാരങ്ങൾ കാണിക്കുന്ന സീരിയലിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പാടാണ് കോസ്റ്റ്യൂം എടുക്കാനായിട്ടല്ലേ? സ്വന്തം കോസ്റ്റ്യൂം അല്ലേ? എല്ലാം സ്വന്തം കോസ്റ്റ്യൂമാണ്. അത് പണ്ടൊട്ടേ സീരിയൽസിന് അങ്ങനെ ഒരു പാറ്റേൺ എനിക്കൊന്നും ഇനിയിപ്പോ മാറി മാറി വരുമായിരിക്കും. അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും എല്ലാവരും അതുപോലെ. ആക്ച്വലി സീരിയലിൽ അങ്ങനെ പ്രൊഡക്ഷനിൽ തരാൻ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും അല്ലേ? പക്ഷേ മലയാളത്തിൽ എനിക്കൊന്നും മറ്റു ഭാഷകളിൽ കൊടുക്കുന്നുണ്ട് ഏതൊക്കെയോ ചില ഇതിലൊക്കെ. അല്ല ഇതൊക്കെ നമ്മൾ തന്നെയാണ്. പക്ഷെ ഈ ചില സ്പെഷ്യൽ ഫങ്ഷൻസിനുള്ള ചില വെഡ്ഡിങ് സാരീസ്, ഇപ്പൊ ചില പോലീസ് ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ കമ്പനി തന്നെ തരും. കാര്യം അത് അവർ ചൂസ് ചെയ്യുന്നതായിരിക്കാം. അല്ലാതെ അവർക്ക് സെലക്ഷൻസ് ഇല്ല. ഏതായാലും കുഴപ്പമില്ല, കുറച്ച് ബോഷ് ആവണമെന്നുള്ളത്. പോലീസ് ക്യാരക്ടർ ആകുമ്പോൾ യൂണിഫോം അല്ലേ, അപ്പൊ നമ്മള് അതും ചിലതൊക്കെ ചില റയറായിട്ട് വെഡ്ഡിങ്, എന്നാലും മോസ്റ്റ്ലി എല്ലാം ആർട്ടിസ്റ്റുകൾ തന്നെയാണ് പർച്ചേസ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ചുമ്മാ അല്ല കൗണ്ടർ അടിക്കുന്നത് ബിനിച്ചേട്ടൻ. ഈ സ്റ്റാർ മാജിക്കിലേട്ടൻ സംസാരം ഇങ്ങനെ തന്നെയാണോ? വഴക്കൂടിയാൽ ഇങ്ങനെയാണോ? അങ്ങനൊന്നല്ല, ചേഞ്ച് ആവും. വഴക്കൂടിയ ചേഞ്ച് ആവും. വഴക്കൂടിയ മാത്രല്ല, ഇങ്ങനെ എന്താ പറയാ, പക്ഷെ ലാഗ് ആവുന്നത് എപ്പോഴും അതിനകത്ത് പറയാറുണ്ട്. സംസാരം പറഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ പറയാറുണ്ട്. നമ്മളിപ്പോ പെട്ടെന്ന് കണ്ടിട്ട് സംസാരിക്കും, കുറച്ച് ക്ലോസ് ആയി. അതല്ല സ്റ്റാർ മാജിക്കിലെ കാര്യം ഞാൻ പറഞ്ഞു. അത്രയും വർഷമായിട്ടും അതിനകത്ത് എങ്ങനെയാണ് എനിക്കറിയില്ല. അങ്ങോട്ട് എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഗ്രാം. എനിക്ക് അവിടെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടം, ഭയങ്കര കാര്യം, ഭയങ്കര ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷെ എന്തോ ഈ കളിയാക്കൽ ഇഷ്ടമുള്ള ആളാണോ? ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇഷ്ടമാണെന്നുള്ളത്? കളിയാക്കലുകളും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓവറാവാൻ പാടില്ലല്ലേ? അല്ല, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ എന്താ പറയാ, ഭയങ്കര എന്താ അതിനകത്ത് കളിയാക്കലുകളൊന്നും എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതിനകത്തെല്ലാം തമാശ രീതിയിൽ പറയുന്നത്, അതെല്ലാം നമ്മൾ അവിടെ നമുക്ക് അറിയാലോ, എല്ലാരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിലെല്ലാരും പറയുന്നത് നമുക്ക്. ഈ റിനിയ നമ്മള് പല ലൊക്കേഷനിൽ പോകുന്ന ആളല്ലേ. റിനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ഒരു വർഷമായിട്ടുണ്ട്, സ്റ്റാർ മാജിക്കിൽ പോകുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ നിന്ന് വിളി വരുന്നുണ്ട്, ഇപ്പൊ കാണാറില്ല അതിനകത്ത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വിളി വരാറുണ്ടോ അതോ പോകാത്തയാണോ? വിളി വരാറുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു ഷൂട്ട് ഡേറ്റ് സമയത്ത് തന്നെയായിരിക്കും എനിക്ക് അവിടെ നിന്ന് വിളിക്കുക. സെയിം ടൈം. അതിലിങ്ങനെ ഓരോ വീക്ക് അത് ആ ഒരു എപ്പിസോഡിനനുസരിച്ച് അവിടുത്തെ ഷെഡ്യൂൾ. പക്ഷേ ഇവിടുത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു 1 to 20 അല്ലെങ്കിൽ 25 അങ്ങനെ ഡേറ്റ്സ് വരും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ വിളിച്ച സമയത്തൊക്കെ ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, പക്ഷേ ഷൂട്ട് കാരണം മിസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ട് നല്ല അവിടെ. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരെയും എനിക്കിഷ്ടമാണ്, എല്ലാവരുമായിട്ടും. അതിനകത്തൊരു ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നിങ്ങൾ സംസാരത്തിനിടയിൽ അനു റൂം ഷെയർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അനു പലരുമായിട്ട് റൂമിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം മീൻ തലയുടെ കഴിക്കുന്ന കാര്യം, മുള്ളു കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഇതിനെ ഒരു കൗണ്ടർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതിനകത്ത് മീൻ മുള്ളു ചവച്ചരച്ച് അവൾ കഴിച്ച് വീഴുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കൗണ്ടർ അത് ഏറ്റെടുത്ത് ബിനിച്ചേട്ടൻ ഏറ്റെടുത്തു. അത് ഞാൻ ഇന്നലെയും കൂടി ആ എപ്പിസോഡ് കണ്ടിട്ട് അന്നേരം ഇനിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് സത്യമാണ്. അത് അനു എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ അവളോട് ആ ചോദ്യം ചോദിച്ചിട്ടില്ല. മീൻതല ഭയങ്കര ഇഷ്ടമാണ്, മീൻതലയൊക്കെ മീൻ തല കഴിക്കണ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. ഞാൻ അന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, സത്യം പറഞ്ഞ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ പ്രേക്ഷകർ ചോദിക്കും, ഇവ മീൻതലയുടെ കാര്യം ചോദിക്കാനാണ് റെനി പിടിച്ചിരിക്കുക, അല്ല പാർവതിയുടെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ടാണ്. പറയും, പാർവതിയുടെ വിശേഷങ്ങൾ പറയും. പാർവതി ഇപ്പൊ തുടങ്ങിയിട്ടൊരു 1 year കഴിഞ്ഞു. അപ്പം തുടക്കം തൊട്ടേ എന്റെ ക്യാരക്ടർ ഉണ്ട്. എന്റെ ക്യാരക്ടറിന്റെ നെയിം ഗാർഗി എന്നാണ്. ആദ്യം തൊട്ടേ ഗാർഗി ഒരു വെറൈറ്റി പേരാണ്, എനിക്കിഷ്ടമാണ് ആ പേര്, നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ തുടക്കം തൊട്ടേ ഉണ്ട്, നല്ല രീതിയിൽ ഇതുവരെ പൊക്കോണ്ടിരിക്കുന്നു. സീരിയലും അതുപോലെ നല്ല രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് നന്നായിട്ട് ഇപ്പൊ 300 എപ്പിസോഡ് കഴിഞ്ഞു, നന്നായിട്ട് തന്നെ. ഈ റിനി എന്നുള്ള പേര് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞെങ്കിൽ ഇത് ഗാർഗി ഇഷ്ടമുണ്ടോ? അങ്ങനെ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ ഗാർഗി ഇടാം. ഇഷ്ടമുണ്ട്, ഇഷ്ടമുണ്ട്.
പക്ഷെ എന്നാലും നമ്മൾ ഓപ്ഷൻസ് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഓപ്ഷൻസ് വെക്കുമല്ലോ. അതെ അതെ അതെ. വേറെ തലത്തിലേക്ക് പോകുമ്പോൾ സിനിമയിലേക്ക് പോകുമ്പോൾ ചിലപ്പം റിനിന്ന് മാറ്റിയിട്ട് അല്ല അങ്ങനെ മാറ്റമൊന്നുമില്ല, അത് തന്നെ വെക്കുള്ളൂ. റിനിന്ന് തന്നെ വെക്കുള്ളൂ. ഇനി അഥവാ അങ്ങനെ വേണം, അങ്ങനെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചോണ്ട് പറഞ്ഞാൽ ചിലർ ജോത്സ്യം നോക്കിയിട്ട് പേര് മാറ്റിയിട്ട് നമുക്ക് ആ പേര് വെച്ചാൽ കൊള്ളാന്നൊക്കെ ഉള്ള ഒത്തിരി പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇൻഡസ്ട്രിയിലൊക്കെ. സീരിയൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? സീരിയൽ അങ്ങനെ മാറ്റിയതായിട്ട് അധികം ആരും മാറ്റിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇത് ഈ കുട്ടി ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കിൽ നിർത്തുകയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കേട്ടോ. ഇത് ഇങ്ങനെയാണ് റിനി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. കാര്യം എൻ്റെ നാട്ടുകാരിയാണ്. നമ്മൾ സ്റ്റാർ മാജിക്കിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ രണ്ട് വാക്കിൽ നിർത്തുക. ഇടയ്ക്ക് കൗണ്ടർ അടിക്കണ്ടായിരുന്നു അതല്ലേ? ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെ ചെറിയ ചെറിയ ചില കൗണ്ടർ. സമയത്ത് ഇങ്ങനെ നല്ല ഫോമിൽ നിൽക്കുമ്പോൾ ഇത് പറയാം. എന്നാലും എനിക്കൊരു ചമ്മല് വരും മൈക്ക് വരുമ്പോൾ. ചമ്മല് മാറ്റം ഞാൻ ചെറിയൊരു സാധനം പറഞ്ഞു തരട്ടെ. പെട്ടെന്ന് പറഞ്ഞാൽ ടങ് ട്വിസ്റ്റ് ആണ്. റിനിയെ കൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാലോ? കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. സ്പീഡെ 3 പ്രാവശ്യം പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതുപോലെ അങ്ങ് ചെയ്യുവോ? സീരിയലിൽ നല്ല രീതിയിൽ 1 വർഷം പോയിക്കൊണ്ടിരിക്കുന്നല്ലേ? ചുമ്മാ ഒരു ഫണ്ണാക്കി. ഇപ്പം ആ ഒരു മൈൻഡ് മാറിയില്ലേ? അപ്പൊ ഇനിയിപ്പം സിനിമയിലേക്കൊക്കെ ഏതെങ്കിലും സിനിമയിലേക്കൊക്കെ വിളി വന്നിട്ടുണ്ടോ? കാര്യം റിനിയെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ടതാണ്. ഈ മിനി സ്ക്രീനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ വലിയ സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലൂടെ വരാനുള്ള ചാൻസസ് ഉണ്ടോ? ചാൻസസ് ആഗ്രഹമുണ്ട്, നല്ല വർക്ക്. പിന്നെ ഇപ്പം നമ്മൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ മാസവും. ഇങ്ങനെ എന്താ പറയുക, നമ്മളൊരു ജോലിക്ക് പോകുന്നത് പോലെയാണ്, നോർമൽ ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന പോലെയാണ് ഈ സീരിയൽ എന്ന് പറയുന്ന സാധനം. സിനിമയെന്ന് പറയുമ്പം ഒരു കുറച്ച് ഷെഡ്യൂൾ ഗ്യാപ്പിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം മാസത്തിൽ അതിനിടയ്ക്ക് ഷെഡ്യൂൾസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാക്കിയുള്ളൊരു ടൈം നമ്മൾ അങ്ങനെ റെസ്റ്റ് എടുക്കും. നമ്മൾ വേറെ ഒന്നിനും മെനക്കിടും, റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് അതിലേക്ക് ആരും എന്താ പറയുക, നമ്മളങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമയിലേക്ക് നോക്കുന്നൊന്നുമില്ല. അങ്ങനെ വന്നാൽ നല്ല സാധനം വരുമ്പോൾ ചെയ്യും, നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യും, നല്ലതാണെങ്കിൽ ചെയ്യും. പിന്നെ അതുപോലെ റിനി നമ്മുടെ വെളിയം എന്ന് പറയുന്ന ചെറിയൊരു ഉൾഗ്രാമമാണ്. അതിനകത്ത് മാലയിൽ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കുറച്ചുകൂടി ഉള്ളിലോട്ടുള്ള ഗ്രാമമാണ്. അവിടെ ജനിച്ചിട്ട് വളർന്നതൊക്കെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ജനിച്ചിട്ട് വളർന്നത് ഞാൻ 10th വരെ അവിടെ തന്നെ. +1 +2 ആയപ്പോഴാണ് ഞാൻ ഈ മംഗല്യപ്പട്ട് കറുത്തമുത്ത് അത് ചെയ്യുന്ന സമയത്താണ് ഞാൻ +1 പഠിക്കുന്നതാണ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ +1 ടൈമിലാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് അത്രയും ഒരു ഉൾപ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയുണ്ട്? കാര്യം അവിടെ നമുക്ക് അധികം മോഡേൺ ആവാൻ പറ്റത്തില്ല. മോഡേൺ ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് മാറിയുള്ള ചേഞ്ചസ് എങ്ങനെയുണ്ട്? അതിപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്തായാലും ഗ്രാജുവലി അവിടുന്ന് മാറിയപ്പോൾ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്നറിയോ, ഇപ്പം നമ്മളിപ്പോ അന്ന് ഞാൻ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് 14-15 10th കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. ആ സമയത്തും അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പോലും അങ്ങനെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് അങ്ങനെ എനിക്ക് പിന്നെ മനസ്സിലായി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴും അവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചുകൂടി ഒന്ന് അങ്ങനെ തന്നെ നിന്നേനെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ പറയാ, കുറച്ചുകൂടെ വേറെ ഒന്നുമല്ല, സൗണ്ട് കേട്ടാൽ നമ്മുടെ കൺട്രോളർ ആനന്ദൻ അവിടെ കിടന്ന് അലറിയതാ. വേറെ ഒന്നുമല്ല അവിടെ കിടന്ന് അലറിയതാ.